തലയിൽ എണ്ണ തേക്കണതേ മുടി കൊഴിച്ചിലിനാണ് നിങ്ങളുടെ വിചാരം അല്ലേ? മുടി കൊഴിച്ചിലുണ്ടോ താരനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അത് അറിയാൻ വേണ്ടി മാത്രമല്ല, അതിനായിട്ട് മാത്രമല്ല തലയിൽ എണ്ണ നിശ്ചയിക്കുന്നത്. നിങ്ങൾ ചില രോഗികളോടെ നമ്മൾ കഷായങ്ങളൊക്കെ നിശ്ചയിച്ച് ദേഹത്തേക്കുള്ള തൈലൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ശിരസിലേക്ക് ഒരു എണ്ണ നിശ്ചയിച്ച് വിടും. അപ്പോൾ പിന്നെ അടുത്ത കൺസൾട്ടേഷന് നെക്സ്റ്റ് മന്ത് വരുമ്പോഴാണ് പറയുക തലയിലേക്ക് എണ്ണ തേച്ചില്ല എന്ന് പറയാം. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പറയാം എനിക്ക് മുടി കൊഴിച്ചിലില്ല, എനിക്ക് താരനില്ല, പിന്നെ ഞാൻ തലയിൽ എണ്ണ തേക്കണ്ടല്ലോ ഇങ്ങനെ പറയും ചിലർ. ഇനി വേറെ ചിലർ പറയും ആ എണ്ണയൊക്കെ തേച്ചു ഡോക്ടറെ മുടി വളർന്നില്ല എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പോൾ മുടി വളരാനല്ല ഈ തലയിൽ എണ്ണ നിശ്ചയിക്കണേ. മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്ന് വിശദമായിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതായത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് ഞാൻ മുൻ വീഡിയോകളിൽ പറഞ്ഞല്ലോ വാത രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, ഏതൊക്കെ തൈലങ്ങൾ ഉപയോഗിക്കണം, എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എന്തെന്ത് കാരണങ്ങളോട് തേയ്മാനം ഉണ്ടാവണം എന്നൊക്കെ കഴിഞ്ഞ 2-3 വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അത് കയറി കാണുകയും ചെയ്യാലോ. ഓക്കെ, അപ്പോൾ ഇതിലൊരു ചെറിയ പാർട്ടും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് ഇന്നത്തെ വീഡിയോയിൽ പറയാമെന്ന് വെച്ചു. മനസ്സിലായില്ലേ? ഈ ശരീരത്തിലേക്ക് എണ്ണ നിശ്ചയിക്കും. ആദ്യം നമ്മൾ കഷായങ്ങൾ നിശ്ചയിക്കും. നമ്മുടെ രോഗവിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കഷായങ്ങൾ നിശ്ചയിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഭക്ഷണ രീതികൾ, ജീവിത രീതികൾ വരുത്തേണ്ടതായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. എന്നിട്ട് പിന്നെ തൈലങ്ങൾ നിശ്ചയിക്കും. കഷായങ്ങൾ നിശ്ചയിച്ച് കഴിഞ്ഞാൽ തൈലങ്ങൾ നിശ്ചയിക്കും, ദേഹത്തേക്കുള്ള തൈലം. അത് കഴിഞ്ഞാൽ നമ്മൾ ശിരസിലേക്കുള്ള എണ്ണയും കൂടി ചിന്തിക്കും അതിൻ്റെ കൂടെ. അത് നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് രോഗം ഏത് രോഗമാണെന്ന് അറിഞ്ഞിട്ട് അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ വാദം ശരീരത്തിൽ കൂടുമ്പോഴാണല്ലോ നമുക്ക് ഈ രൂക്ഷത ഉണ്ടാവണതും തേയ്മാനും മറ്റ് സന്ധിഗതവാദങ്ങളും വേദനകളും നീർക്കെട്ടും തരിപ്പും പുകച്ചിലും കടച്ചിലും രക്തവാദവും ആമവാദമൊക്കെ ഉണ്ടാവണേ. അവിടെയൊക്കെ വാദമുണ്ട്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള കഷായങ്ങളും തൈലങ്ങളും നിശ്ചയിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നെറുകയിലും കൂടി എണ്ണയിടണം. നെറുകയിലിടുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു തെങ്ങിൻ്റെ കടക്കെ നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എണ്ണ നാളികേരുണ്ടാവില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ 107-108 മർമ്മങ്ങൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഇത് തുടങ്ങുന്നത് മൂർധാവുന്ന ഈ മർമ്മത്തിൽ നിന്നാണ്. അതൊരു മർമ്മസ്ഥാനമാണ്. അവിടെയാണ് നമ്മുടെ ഇട പിങ്കള സുഷുപ്ന നാഡികൾ, നട്ടലിൻ്റെ ഇരുഭാഗങ്ങളായിട്ടുള്ള ഇട പിങ്കള എന്ന് പറഞ്ഞ നാഡിയും ഇട എന്ന് പറഞ്ഞ നാഡിയും സുഷുപ്ന നാഡിയും അവിടെ ഫ്യൂസ് ചെയ്യുന്നത്, യുണൈറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ മർമ്മസ്ഥാനത്തു നിന്നാണ്. എന്നിട്ടത് നമ്മുടെ ഏറ്റവും താഴെ ഉള്ള ഭാഗത്ത് അതിൽ 7 ചക്രങ്ങളുണ്ട്. സഹസ്രാര ചക്രം, അങ്ങനെ 7 ചക്രങ്ങൾ, മൂലാധാര ചക്രങ്ങൾ, ആ സുഷുമ്ന നാഡി, ഇട പിങ്കള നാഡികൾ, പിന്നെ കുണ്ടലിനി ശക്തി അതിൻ്റെ ബേസിൽ. ഇത് ഇങ്ങേയറ്റത്ത് ഇത് തുടങ്ങി നമ്മുടെ ജനനേന്ദ്രിയത്തിൻ്റെ മലദ്വാരത്തിൻ്റെ ഇടയിലുള്ള സ്ഥലത്തായിട്ടാണ് നമുക്ക് ഈ കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന 3 നാഡികളാണ് സുഷുമ്ന നാഡി. അതിൻ്റെ ഇരുവശങ്ങളിലാണ് ഇട എന്ന് പറയുന്നു, പിങ്കള എന്ന് പറയുന്ന 2 നാഡികൾ. ഇതിനെ ചുറ്റി 7 ചക്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതുപോലെ ഈ 107 മർമ്മങ്ങൾ പുറപ്പെടുന്നത് ഈ മർമ്മസ്ഥാനത്ത് നിന്നാണ്. മനസ്സിലായോ? ശിരസിലുള്ള നെറുകയിലുള്ള ഈ മർമ്മസ്ഥാനത്ത് നിന്നാണ്. അപ്പോൾ അവിടെ എണ്ണ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഈ ഇട പിങ്കള സുഷുമ്ന നാഡികളിന് ഉപബ്രാഞ്ചുകളായിട്ട് 72,000-ഓളം നാഡികൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നുണ്ട് ഓരോരോ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനായിട്ട്. ഇതിന് സംസ്കൃത പേരാന്നേ ഉള്ളൂ. പുരാതന കാലത്ത് തന്നെ രചനാശാരീരം എന്ന അനാട്ടമീനെയും ക്രിയാശാരീരം എന്ന ഫിസിയോളജിനെയും ഒക്കെ ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്, ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇതിനെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല വെച്ചിട്ട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു ക്ലിനിക്കൽ എവിഡൻസും ഇല്ല, ഒന്നുമില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കത് സംസ്കൃതം മനസ്സിലാവാത്തതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ ചിലർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രചനാശാരീരെന്നും ക്രിയാശാരീരെന്നും തരംതിരിച്ച് അന്ന് കാലങ്ങളിൽ തന്നെ നമ്മുടെ ആയുർവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സംസ്കൃത പേരുകളാണെന്ന് മാത്രം. അതായത് ചക്കിയും ചങ്കരനൊക്കെ ആൻ്റണി ഔസേപ്പൊക്കെ ആയ പോലെ നമ്മൾ ഇപ്പോൾ പേര് മാറ്റി പുതിയ പേരുകളിൽ വിളിക്കുന്നത് മാത്രം. അപ്പോൾ നമുക്ക് ഈ സംസ്കൃതം അറിയാത്തവർ ഇങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. മനസ്സിലായില്ലേ? കാര്യം മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ സുഷുമ്ന നാഡി അതിനെ സ്പൈനൽ കോഡിനോട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം. ഇതിൻ്റെ 2 സൈഡിലായിട്ട് വശങ്ങളായിട്ട് ഇട പിങ്കള എന്ന് പറഞ്ഞ നാഡികൾ ഇത് കുണ്ടലിനിയിൽ ചെന്ന് അവസാനിക്കുന്നു, നമ്മുടെ ശിരസിലുള്ള മർമ്മത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ഇതിനിടയ്ക്ക് ചക്രങ്ങളുണ്ട്. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരുപാട് നാഡീതന്തുക്കളാൽ നിർമ്മിതമായതാണ് നമ്മുടെ സ്പൈനൽ കോഡും ശരീരത്തിലെ നാഡീവ്യൂഹവും. മനസ്സിലായോ? അപ്പോൾ ഇതിലേക്ക് എല്ലാം വേണ്ട. നമ്മൾ തെങ്ങിൻ്റെ കട നനയ്ക്കുമ്പോൾ നാളികേരം ഉണ്ടാവണമെന്ന് പറഞ്ഞ പോലെ ഒരു വൃക്ഷം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെറുകയിൽ എണ്ണ വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ അത് പ്രതിഫലിക്കും അതിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ഏതേത് ദോഷങ്ങൾ എന്തുമാത്രം കോപിച്ചിട്ടുണ്ടെന്ന് അനേക ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അതിന് അനുയോജ്യമായ കഷായങ്ങളും തൈലങ്ങളും നിശ്ചയിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ശിരസിലേക്കുള്ള എണ്ണയും നിശ്ചയിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രോഗം ഭേദാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തൈലങ്ങൾ നിശ്ചയിക്കുന്നത്. ശരിയാണ്. നിങ്ങളോട് ചോദിക്കും മുടി കൊഴിച്ചിലുണ്ടോ, താരനുണ്ടോ, ഡസ്റ്റ് അലർജി ഉണ്ടോ, സ്നീസിംഗ് ഉണ്ടോ, സെപ്റ്റൽ ഡീവിയേഷൻ ഉണ്ടോ, നേസൽ പോളിപ്പ് ഉണ്ടോ, സൈനസൈറ്റിസ് ഉണ്ടോ, മൈഗ്രെയിൻ ഉണ്ടോ, ഇതൊക്കെ ചോദിക്കും. ഉറക്കക്കുറവുണ്ടോ, ഇതൊക്കെ ചോദിക്കും. തൊണ്ടവേദനയുണ്ടോ, തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, കഴുത്തിൽ നീരിറങ്ങാറുണ്ടോ, സ്പോണ്ടിലൈറ്റിസ് ഉണ്ടോ, ഇതൊക്കെ ചോദിക്കും. എന്നിട്ട് അതിന് അനുയോജ്യമായ എണ്ണ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദ്യങ്ങൾ. അതല്ലാതെ മുടി കൊഴിച്ചിലും താരനും മുടി വളരാൻ വേണ്ടി മാത്രമല്ല നമ്മൾ തലയിൽ എണ്ണ തേക്കണേ. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കണം, എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ജോലി. എല്ലാവർക്കും അതിനായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ആശയം എല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നമ്മുടെ ദുബായിൽ നിന്നുള്ള സുഗതൻ ചേട്ടൻ പറഞ്ഞിരുന്നേ തുടക്കത്തിൽ എന്നെ ഇത് പറയേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ആ സുഗതേട്ടൻ പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്ക് സുഗുണൻ പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് ഇപ്പം ഇത്തിരി നീട്ടി വെച്ചത്. അല്ലെങ്കിൽ തുടക്കത്തിലേ പറയാണ്ട് എനിക്ക് വീഡിയോ തുടങ്ങാൻ പറ്റാറില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ
ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ ആശയം നിങ്ങൾ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കുക. തലയിൽ എണ്ണ തേക്കുന്നത് മുടി കൊഴിച്ചിലിന് വേണ്ടി മാത്രമല്ല, ഏതേത് രോഗാവസ്ഥയുണ്ടെങ്കിലും അതിന് അനുയോജ്യമായ, ഇതറിയാത്ത മറ്റ് ശാസ്ത്രങ്ങളിലുള്ളവർ, ഇതിനെപ്പറ്റി അറിയാത്തവർ അത് തലയിൽ എണ്ണ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സിവിയർ ആസ്മയായാലും ബ്രോങ്കിയൽ ആസ്മയോ ഡസ്റ്റ് അലർജിയോ വീസിങ്ങോ സ്നീസിങ്ങോ ഒക്കെ ആയാലും അതിന് അനുയോജ്യമായ തൈലങ്ങൾ നിശ്ചയിക്കണം. മനസ്സിലായില്ലേ? അതറിയുന്നതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത്. ആ തലയ്ക്ക് എണ്ണ വയ്ക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതിന് അനുയോജ്യമായിട്ടുള്ള എണ്ണ വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ. ഇനി വേറെ കുറേ കൂട്ടരുണ്ട്. നമുക്ക് നല്ല നീർക്കിട്ടുള്ളപ്പോൾ ആദ്യം തന്നെ എണ്ണ വെക്കാൻ പാടില്ല തലയിൽ. അപ്പോൾ ഒരു പരിധി കൂടുതൽ നീർക്കിട്ടുള്ളവരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കഷായങ്ങളൊക്കെ കഴിച്ച് ആ നീർക്കിട്ട് കുറഞ്ഞതിന് ശേഷം പിന്നത്തെ റിവ്യൂ കൺസൾട്ടേഷൻ വരുമ്പോൾ സീരിയസിൽ എണ്ണ ഇടാന്ന് പറയും അപൂർവം ചിലർക്ക്. എന്നാൽ ചിലർക്കാണ് ഇത് തിരക്കുക, നല്ല നീർക്കിട്ടുള്ളവർക്ക് തലയിലേക്ക് എണ്ണ വേണം. ഈ മുടി കൊഴിച്ചിൽ ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ മുൻപടികളിൽ പറഞ്ഞിട്ടില്ലേ, ഈ ഡീജനറേഷനും നീർക്കിട്ടും ഈ വാതകോപം കൊണ്ടാണ് ഈ മുടി കൊഴിയണേ. അതായത് അസ്ഥിധാതു ക്ഷയിക്കുമ്പോൾ ഓസ്റ്റിയോപോറോസിസ്, ഡീജനറേഷൻ, ബോൺ ഡെൻസിറ്റി കുറയുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിൽ ഈ അസ്ഥിധാതു ക്ഷയിക്കുക. വാദം വർദ്ധിക്കുമ്പോൾ അസ്ഥി ക്ഷയിക്കുമല്ലോ, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. അസ്ഥിധാതു ക്ഷയിക്കും വാദദോഷം വർദ്ധിക്കുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അസ്ഥിധാതുവിൻ്റെ ഉപധാതുവാണ് നിങ്ങളുടെ നഖവും നിങ്ങളുടെ മുടിയും. അപ്പോൾ നിങ്ങളുടെ നഖം കണ്ടാലും മുടി കണ്ടാലും അറിയാം നിങ്ങൾക്ക് ഈ അസ്ഥി ക്ഷയമുണ്ടോ ഡീജനറേഷൻ ഉണ്ടോ എന്നറിയാം. അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചോദ്യം. അല്ലാണ്ട് നിങ്ങൾക്ക് ഈ മുടി വളരാനുള്ള ഒരു എണ്ണ തരാൻ വേണ്ടിയിട്ടല്ല. അസ്ഥി ക്ഷയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടി കൊഴിഞ്ഞിരിക്കും. എല്ലാ വാതരോഗികൾക്കും മുടി കൊഴിഞ്ഞിരിക്കും. അതിന് നിങ്ങൾ പരസ്യത്തിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ എണ്ണകൾ വാങ്ങി തേച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഈ അസ്ഥിധാതു ക്ഷയിക്കുന്നുണ്ടെങ്കിൽ, വാദം വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശമിപ്പിക്കുന്നതിനുള്ള ആഹാരവികാരങ്ങളും ഔഷധങ്ങളും സേവിക്കുന്നതിൻ്റെ കൂടെ അതിനനുയോജ്യമായ എണ്ണ തേച്ചാൽ അതും നിയന്ത്രിക്കാൻ സാധിച്ചേക്കും. മനസ്സിലായോ? ഈ താരൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതും തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഉത്തമ ഉദാഹരണം, അതായത് ഈ ഡീഹൈഡ്രേഷൻ, ഓയിലൊക്കെ പോവുക, ശരീരത്തിലെ അൺഷ്യസ്നെസ്, സ്നിഗ്ധാംശം കുറയുക, രൂക്ഷത വർദ്ധിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ സ്രോതസ്സുകളും അടയുന്നു, ആ സർക്കുലേഷൻ കുറയുന്നു എന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ. അതേപോലെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡ്രൈനെസ് അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏറ്റവും കൂടുതൽ ആ രൂക്ഷത ഉണ്ടാകുന്ന സ്ഥലമാണ് നമ്മുടെ CPU ആണ്, നമ്മുടെ ബ്രെയിൻ. മനസ്സിലായില്ലേ? ഈ ഒരു ഹാർഡ് ഡിസ്ക്കാണ്, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്ക് പോലെയാണ് നമ്മുടെ തലച്ചോറിനെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഈ തലയൊട്ടിയും അതിൻ്റെ മുകളിലുള്ള ഈ മുടിയും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഏറ്റവും പെട്ടെന്ന് ആ നീർക്കെട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ നീർക്കെട്ട് വരുമ്പോൾ എന്ത് പറ്റും? ഈ ഹെയർ റൂട്ടുകളിലേക്കുള്ള സർക്കുലേഷനൊക്കെ കുറയും. അപ്പോൾ മുടി കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നീർക്കെട്ട് കൂടുതലുണ്ട്, എലി തേയ്മാനുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിനും കൂടി ഉതകുന്ന രീതിയിൽ കഷായങ്ങൾ നിശ്ചയിക്കുന്നത് മാത്രമല്ല, അത് മുടി ഇപ്പോൾ അങ്ങനെ പന്തൽ പോലെ ആൽമര പോലെ വളരാൻ വേണ്ടിയിട്ടല്ല എണ്ണ തരണേ. മനസ്സിലായോ? ഇതറിയാൻ വേണ്ടിയാണ് ഈ ചോദ്യം. അപ്പോൾ അതുണ്ടെന്ന് വെച്ചാൽ അതിനും കൂടി കണക്കാക്കി എണ്ണ നിശ്ചയിക്കുന്ന മാത്രം. അപ്പോൾ ശിരസിൽ ഇടുമ്പോൾ മറ്റു കാര്യങ്ങളും കൂടി നോക്കും. മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ടോ, തലവേദന, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് തുമ്മൽ, രാവിലെ എഴുന്നേറ്റ് ഉടനെ തുമ്മ, കുളി കഴിഞ്ഞ ഉടനെ തുമ്മ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഈ ചെറിയ മൂക്കിൻ്റെ പാലത്തിന് ചെറുതായിട്ടൊരു ചെരിവുണ്ടോ, ഇതിന് സെപ്റ്റൽ ഡീവിയേഷൻ എന്ന് വിളിക്കും. അല്ലെങ്കിൽ ഈ മൂക്കിനകത്ത് ഒരു ചെറിയ ദശ വളരും, അതിന് നേസൽ പോളിപ്പ് എന്ന് വിളിക്കും. ഇനി ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പൊടിയടിച്ച് അപ്പം തുമ്മൽ തുടങ്ങി, ഡസ്റ്റ് അലർജി. പിന്നെ അത് കൂടിയിട്ട് ഡസ്റ്റ് അലർജി മാറ്റി അലർജിക്ക് ആസ്മയായിട്ട് മാറും അത് വർദ്ധിക്കുമ്പോൾ. പിന്നെ അത് ബ്രോങ്കിയൽ ആസ്മയായിട്ട് മാറും, നമ്മുടെ ലങ്സിലേക്ക് ബാധിക്കുമ്പോൾ ബ്രോങ്കിയൽ ആസ്മയായിട്ട് മാറും. പിന്നെ ചിലർക്ക് തൈറോയിഡ് ടോൺസിൽസിൻ്റെ പ്രശ്നം വരും. ചെറിയ ഇൻഫെക്ഷൻ വരുമ്പോഴേക്കും ഇൻഫ്ലമേഷൻ വന്നിട്ട് തൈറോയിഡ് ഗ്രന്ഥിയിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ ടോൺസിൽ ഗ്രന്ഥിക്ക് പ്രവർത്തനങ്ങൾ വ്യത്യാസം വരും, ഇൻഫെക്ഷൻ ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഈ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം രക്തവാതത്തിനോ അമവാതത്തിനോ സന്ധിഗതവാതത്തിനോ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ രൂക്ഷത കൂടിയിട്ട് നമ്മുടെ ആ എക്സ്റ്റേണൽ ആ ഡെഡ് ടിഷ്യൂസ് ഉണ്ടല്ലോ, ആ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്, നശിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു റേറ്റാണ് ഈ ESR, എറിത്രോസൈറ്റ് സെഡിമെൻറ്റേഷൻ റേറ്റ് എന്ന് പറയും. എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾ. അതൊരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ശരീരത്തിൽ നശിക്കപ്പെടുന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് സംഭവിക്കണം. അപ് ടു ഒരു 20 വരെയൊക്കെ അത് നോർമലാണ്. അതിലും കൂടുതൽ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡീക്കേയിങ്, ഡീജനറേഷൻ, ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്, നീർക്കെട്ടുണ്ടാവുന്നുണ്ട്, ആ വാദം വർദ്ധിച്ചിരിക്കുന്നു എന്നർത്ഥം. വാദം കൂടുന്ന കേസുകളിൽ ESR കൂടിയിരിക്കുമല്ലോ. മനസ്സിലായില്ലേ? രക്തവാദം സംബന്ധമായിട്ടാണെങ്കിൽ ESR കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ നമ്മുടെ ആ ഡെഡ് ടിഷ്യൂസ് കൂടുകയാണ് ശരീരത്തിൽ, ആ ഡ്രൈനെസ് കൊണ്ട്, ആ ഫ്ലൂയിഡ്സ് കുറയുന്നത്. അത് തന്നെയാണ് ഈ താരൻ. ആ മൃതകോശങ്ങൾ വീണു പോകുന്നതാണ് ഈ താരൻ പൊടിയായിട്ട്. മനസ്സിലായോ? അപ്പോൾ അത് താരൻ കൂടുതലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണ നിശ്ചയിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന താരനുള്ള എണ്ണ പറയാമെന്നാ. അതല്ലേ, നമ്മൾ ആ വാദത്തിൻ്റെ തീവ്രത അളക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുടി ഒഴിച്ചിലുണ്ട് താരനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി അതികഠിനമായ വാതകോപം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ വലിയ തീരുമാനത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ അതിനും കൂടി ഉതകുന്ന രീതിയിലുള്ള എണ്ണ ശരിശരിക്ക് നിശ്ചയിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടെ നിങ്ങൾക്ക് സ്പോൺലൈറ്റിസ്, കഴുത്തിലേക്ക് നീരിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കണക്കാക്കണം. മൈഗ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കണക്കാക്കണം. ഈ ഡസ്റ്റ് അലർജി, സ്നീസിങ്, അല്ലെങ്കിൽ കണ്ണിന് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ കണ്ണിൽ ഇപ്പോൾ ഒരുപാട് IT ജോബ്സിലുള്ളവരുണ്ട്. ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കുന്നവർ, മൊബൈലിൽ നോക്കിയിരിക്കുന്നവർ, അവർക്ക് കണ്ണിന് ചുറ്റും ഇങ്ങനെ ഡ്രൈനെസ് അനുഭവപ്പെടുക, കണ്ണിലെ ഫ്ലൂയിഡ് കുറയുക. മനസ്സിലായില്ലേ? ആ വാട്ടർ കണ്ണിൽ നാച്ചുറലായിട്ട് വരുന്ന കണ്ണീരിൻ്റെ ഉൽപ്പാദനം ഇല്ലാതെ വരിക. ഈ റേഡിയേഷൻ തുടർച്ചയായിട്ട് അടിക്കുന്ന വഴി, അല്ലെങ്കിൽ വാദം വർദ്ധിക്കുന്ന വഴി, പുലർച്ചെ 3 മണി വരെയൊക്കെ, അല്ലെങ്കിൽ രാത്രി 11:30 വരെയും 1 മണി വരെ 3 മണി വരെയൊക്കെ ഉറക്കൊളച്ചിരിക്കുന്ന വഴി. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ വളരെ ഹെൽത്തി എന്ന് വിചാരിച്ചിരിക്കുന്ന പലരുണ്ട്. അപ്പോൾ അങ്ങനെ വാദം കൂടുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ഗ്ലാൻഡ് എന്നുള്ള സെക്രീഷൻസ് ഒക്കെ കുറയും. അങ്ങനെ ഈ കണ്ണീർ ഗ്രന്ഥിയും ഡ്രൈ അപ്പ് ആവും. മനസ്സിലായോ? അപ്പോൾ കണ്ണീരുണ്ടാവേണ്ട ആർട്ടിഫിഷ്യൽ കണ്ണീരൊക്കെ ഉണ്ടാക്കി ഒഴിച്ച് നടക്കുന്നവരുണ്ട്. പക്ഷേ അതിനൊക്കെ ഇത്രയല്ലേ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ട് ഇത് ഓരോന്നിനും എന്തുമാത്രം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാനാണ് ഈ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന രീതിയിലുള്ള എണ്ണ നമുക്ക് ഈ മൂർധാവലി ശിരസിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഗുണം കിട്ടും.
നമ്മൾ ഒരു വയലിൽ ഇങ്ങനെ തോടിക്കൂടെ വരുന്ന വെള്ളം തിരിച്ച് ചെറിയ ചെറിയ കണ്ണി തിരിച്ച് ഓരോ വയലിലേക്ക് എത്തിക്കില്ലേ. നമ്മൾ വിചാരിക്കും ഇങ്ങനെ ചതുരക്കള്ളിയിൽ ഇങ്ങനെ കളം തിരിച്ച് വരുന്ന നെൽവയലിലേക്ക് നോക്കി എങ്ങനെ ഓരോ വയലിലും വെള്ളം എത്തണമെന്ന്. അതിങ്ങനെ ചാലി വെട്ടി പോവുക. അതേപോലെ നമ്മൾ ഈ ശിരസിലിടുന്ന എണ്ണ നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും ഓരോ നാഡികൾ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ട്. അപ്പോൾ അത് ഏത് രീതിയിലുള്ള എണ്ണ വേണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നത്. മുടി കൊഴിച്ചിൽ, താരൻ, തുമ്മൽ, ഡസ്റ്റ് അലർജി, സ്നീസിങ്, ആസ്മ, കണ്ണിൻ്റെ പ്രശ്നം, ചെവി കേൾക്കായിക, തൊണ്ടവേദന, കഴുത്ത് വേദന, ഇത്തരം നീരിറക്കത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടോ നോക്കിയിട്ട് അതിന് കൂടി അനുയോജ്യമായ എണ്ണ നിശ്ചയിക്കുന്നു. ഇതിന് സാധാരണയായിട്ട് നമ്മൾ തേകരാജതയിലും ചെമ്പരത്യാദി വെളിച്ചെണ്ണയും ശുദ്ധബലയും ക്ഷീരബലയും ബലാകുളിച്ചാദിയും ഒക്കെ നിശ്ചയിക്കാറുണ്ട്. സഹജരാതി മൂന്നാവർത്തി, ഇതൊക്കെ ഓരോ അനുയോജ്യം, തുങ്കദ്രുമാതി, ഹിമസാഗരം, ഇങ്ങനെ ഓരോന്ന് നിശ്ചയിക്കും. നിങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് പലതരം എണ്ണകളുണ്ട്. അതിപ്പോൾ ഇതിനുള്ള എണ്ണതായോ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്താ വെച്ചാൽ ആദ്യം ഉള്ളിലേക്കുള്ള കഷായങ്ങൾ നിശ്ചയിക്കണം. അത് കഴിക്കുന്ന രോഗിക്ക് വേണ്ട എണ്ണ നിശ്ചയിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? എന്നിരുന്നാൽ പോലും ഒരു പരിധി വിട്ട് നിർക്കിട്ടുണ്ടെങ്കിൽ ആദ്യം കഷായം കൊടുത്ത് ശരിയാക്കിയിട്ടേ തലക്കെണ്ണ വെപ്പിക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലാതെ മുടി വളരാൻ വേണ്ടി മാത്രമല്ല എണ്ണ തേക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ കൂടെ ശിരസിൽ എണ്ണ വെച്ചിരിക്കണം. എണ്ണ വെച്ച് വേണം അത് മാറ്റിയെടുക്കാൻ. കുറേ കുട്ടികളെ എണ്ണ തേപ്പിക്കാതെ നടക്കുന്നുണ്ട്. മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഇത് ആസ്മ ഉണ്ടെങ്കിൽ എണ്ണ പാടില്ല എന്നുകൊണ്ടേ ആസ്മ മാറ്റാനുള്ള എണ്ണയുണ്ട്. എല്ലാ മരുന്നുകളും ഉപയോഗിച്ച് സൂക്കേട് മാറിക്കഴിഞ്ഞാൽ എല്ലാ മരുന്നുകളും നിർത്തിയിട്ട് ഈ എണ്ണ മാത്രം തുടരാൻ പറയാം. എണ്ണ കൊണ്ട് മാത്രം ആസ്മ അകറ്റി നിർത്താൻ, ഡസ്റ്റ് അലർജി അകറ്റി നിർത്താൻ, തുമ്മൽ അകറ്റി നിർത്താൻ, ഈ ടോൺസിൽസിൻ്റെ പ്രശ്നങ്ങൾ നീർക്കിട്ട് അകറ്റി നിർത്താൻ. അല്ലാതെ അതൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് മുറിച്ച് കളയില്ല. ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഓരോ ഉദ്ദേശമുണ്ട് ഓരോ അവയവങ്ങൾക്കും. അതിൽ ഇൻഫെക്ഷൻ വന്ന് ഉടനെ മുറിച്ച് കളഞ്ഞു. അത് പാടില്ല. നമുക്ക് ആ നീർക്കിട്ട് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചിട്ട്, ആ ടോൺസിൽസ് ഗ്ലാൻസ് എൻലാർജ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിച്ചിട്ട് അതിനെ ചികിത്സിച്ച് സുഖപ്പെടുത്തി അതിനനുയോജ്യമായ ശിരസിൽ എണ്ണയിട്ട് ആ നീർക്കിട്ട് കളയണം. അപ്പോൾ ആ ടോൺസിൽസൊക്കെ അവിടെ തന്നെ ഇരുന്നോളും. മരണം വരെ, ജനിക്കുമ്പോഴൊക്കെ മരണം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മനസ്സിലായോ? അല്ലാതെ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല എന്നർത്ഥം. അപ്പോൾ ഓരോ ഏതേത് ഗ്ലാൻഡുകളിൽ എന്തുമാത്രം നീർക്കിട്ടുണ്ടെന്ന് അറിയുന്നതിനാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ദയവ് ചെയ്ത് മറുപടി കൃത്യമായിട്ട് തരണം. ഈ പറയുന്നതേ ഞാനിത് എൻ്റെ രോഗികൾക്ക്, എന്നെ കൺസൾട്ട് ചെയ്യാൻ വരുന്ന രോഗികൾക്ക് അല്ലെങ്കിൽ മുമ്പ് ചികിത്സയിലുള്ള രോഗികൾക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റെല്ലാവർക്കും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ഒരു ചെയ്തില്ലാത്ത ഉപകാരമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പം ആയുർവേദത്തിനെ പറ്റിയുള്ള ഒട്ടനവധി തെറ്റിദ്ധാരണകളുണ്ട്. ഈ എണ്ണ വെപ്പ് അതിൽ വെട്ടൊന്നാ, മനസ്സിലായില്ലേ? എണ്ണ വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് കുറേ രോഗങ്ങളും. നമ്മൾ ഈ ക്രൂഡ് ഓയിലോ നല്ലെണ്ണ, മണ്ണെണ്ണയും പെട്രോളും നല്ല തേക്കണേ. ഓരോരോ ഈ തിലതൈലും വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ആവണക്കെണ്ണ, വെളിച്ചെണ്ണ, നല്ലെണ്ണ, ഇത് മൂന്നാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ പലതരം ഔഷധങ്ങൾ ചേർത്ത് 10, 80, 100 തരം എണ്ണകളുണ്ട്. ഓരോരോ ശരീരപ്രകൃതിക്കും ഓരോരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ച് അത് നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിയും ശരീരബലവും രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് നിശ്ചയിക്കുന്നു. ഉറക്കക്കുറവുള്ളവരുണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളവരുണ്ട്, സൈക്കാട്രിക് പ്രശ്നങ്ങളുണ്ട്, ആങ്സൈറ്റി ന്യൂറോസിസ് ഉള്ളവരുണ്ട്. ഈവൻ നിങ്ങളുടെ ഡൈജഷൻ ശരിയാവുള്ള IBS പ്രശ്നമാണെങ്കിൽ പോലും തലക്കിൽ എണ്ണ വയ്ക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാമിങ്ങിനും ആ റിലാക്സ് ചെയ്യുന്നതിനും സഹായിക്കുന്ന തരം എണ്ണകൾ നിശ്ചയിക്കണം. ഒപ്പം തന്നെ നിങ്ങൾ മറ്റ് രോഗാവസ്ഥകളും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ശിരസിൽ എണ്ണ ഇടാൻ പറയും. അത് വെക്കുന്നതിന് ചില ചടങ്ങുകളുണ്ട്. അത് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് അവസാനം വരെ കാണാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അത് തെറ്റായിട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ വീണ്ടും നീർക്കിട്ട് കൂടുന്നത്. മനസ്സിലായോ? അതെന്തൊക്കെയാണെന്നറിയോ? നമുക്ക് നല്ല വെയിലുള്ളപ്പോൾ കുളിക്കരുത്. മിക്കവാറും സ്ത്രീകളൊക്കെ അവർ വീട്ടിലെ പണികളൊക്കെ തീർത്ത് വെയിലൊക്കെ നല്ലോണം ചൂട് പിടിച്ച് കഴിയുമ്പോൾ വെള്ളത്തിന് ചൂടുണ്ടാവുമെന്ന് പറഞ്ഞത് ആ നട്ടുച്ചയ്ക്കാണ് കുളിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ എല്ലാ ജോലികളും തീർത്ത് നട്ടപ്പാതിരയ്ക്ക് 10 മണിക്കും 11 മണിക്കൊക്കെ കുളിക്കുക. ഇത് രണ്ടും ശരിയാവില്ല. നീർക്കെട്ട് കൂടാനും നീർക്കെട്ട് വിട്ടുപോകാതിരിക്കാനും അല്ലെങ്കിൽ വാദം മരണം വരെ കൂടി ഉണ്ടാവാനും വേറെ ഒന്നും വേണ്ട. ഇത് ഈ നേരത്തൊക്കെ കുളിച്ചാൽ മതി. നട്ടുച്ചയ്ക്കും വൈകുന്നേരം പാതിരയ്ക്കും കുളിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നീർക്കെട്ട് ഒരു കാലത്തും മാറില്ല കേട്ടോ. ശവിക്കണമെന്നല്ല ഈശ്വര, അങ്ങനെ ധരിക്കരുത്. ഒരു സത്യം പറഞ്ഞു മാത്രം. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഒന്നുകിൽ വെയിൽ ചൂട് പിടിക്കുന്നതിന് മുമ്പ് ഒരു 4:30 എനിക്കാണ് ആചാര്യന്മാർ പറഞ്ഞേക്കണേ. അന്ന് നടന്നില്ലെങ്കിൽ ഒരു 5:30, 6, 6:30 ആകുമ്പോഴേക്കും നമ്മുടെ ഈ പക്ഷികളൊക്കെ ചലച്ച് അവരെനിക്കില്ലേ ആ നേരത്തെങ്കിലും എഴുന്നേക്കണം. എന്നിട്ട് ഈ വെയിൽ ചൂടാകുന്നതിന് മുമ്പത്തെ ഒരു അവസ്ഥ, ആ സമയത്ത് ചിരസിൽ എണ്ണയിട്ട് കുളിക്കാം, കുഴപ്പമില്ല. ഇപ്പോൾ രാവിലെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നവർ, നേരത്തെ അമ്പലത്തിലേക്കും പള്ളിയിലേക്കും പോയി ഈശ്വര പ്രാർത്ഥനയ്ക്കായിട്ട് പോകേണ്ടവരുണ്ട്. അപ്പോൾ അവർ നേരത്തെ കുളിച്ചോട്ടെ ചോദിക്കും. ഇങ്ങനെ കുളിക്കാൻ വിധിയുണ്ട്. വെയിൽ ചൂട് കുളിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് നിരകളിൽ എണ്ണയിട്ട് കുളിക്കാം, വിരോധമില്ല. പക്ഷേ കണ്ടീഷൻസ് അപ്ലൈ. ഇത് കഴിഞ്ഞു വന്നിട്ട് തല വേർക്കരുത്. പിന്നീട് പകലൊക്കെ വെയിൽ കൊള്ളാനും തല വേർക്കാനും സാധ്യതയുള്ളവരാണെങ്കിൽ ആ നേരത്തുള്ള എണ്ണ വെച്ചുള്ള കുളി അപകടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? വൈകിട്ട് വെയിലാറിയ ശേഷം ഒരു 5 മണിക്ക് ശേഷം, 5 മണിയാകുമ്പോഴേക്ക് കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ഏറെക്കുറെ വെയിലൊക്കെ മാറും. അപ്പോൾ നമ്മൾ തലയിലെ വേർപ്പൊക്കെ മാറിയിട്ട് നേരെ ഓഫീസിൽ നിന്ന് ഓടിക്കേറി വന്നിട്ട് അപ്പം തന്നെ എണ്ണ വയ്ക്കരുത്, ശിരസിൽ എണ്ണ വയ്ക്കരുത്. ആ വേർപ്പൊക്കെ മാറി ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യുക. വീട്ടിലെ ആ കാലാവസ്ഥയും ആ അറ്റ്മോസ്ഫിയറായിട്ട് ആ ടെമ്പറേച്ചറായിട്ടൊന്ന് പൊരുത്തപ്പെടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. തലയിലൊന്ന് എണ്ണയൊക്കെ തുടച്ച് വേർപ്പണിയൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞൊന്ന് വിശ്രമിച്ചിട്ട് ശിരസിൽ എണ്ണയിടാം. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രഭാഗം ചെയ്യാന്ന് പറയാം. ഒരു തവി എടുത്തിട്ട് ഒന്ന് ഗ്യാസിൽ കാണിച്ച് തീ ഫ്ലെയിമിൽ കാണിച്ച് ചൂട് പിടിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള എണ്ണ ഒഴിക്കുക. ഒരു ടീസ്പൂൺ എണ്ണ എടുത്ത് ഒഴിച്ച് അതിങ്ങനെ ഇളക്കി. അപ്പോൾ ഇളക്കി അപ്പോൾ അതിനൊരു പാകം വരും എണ്ണയ്ക്ക്. എന്നിട്ട് ഇളക്കി ചൂടാറിയാൽ എന്നാണ് നമ്മൾ തിരുമേനി എഴുതാറുള്ളത്. മനസ്സിലായോ?
തിരുമേനി പറഞ്ഞിട്ട് രഘു ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ എനിക്ക് ഓർമ്മ വരികയാണ്. ആ പാത്രഭാഗം ചെയ്തെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ദിവസേന വൈകിട്ട് 5 മണിക്ക് ശേഷം ഈ തവിയിൽ ഒഴിച്ചിട്ട് ഇളക്കി ചൂടാറിയ ശേഷം നെറുകയിലിട്ട് അരമണിക്കൂറിന് ശേഷം തുടച്ച് കളയുക, ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കളയുക എന്നാണ് എഴുതുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയിൽ അത് പലർക്കും നീർക്കെട്ടുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആഴ്ചയിൽ 2 ദിവസം തേച്ച് കുളിക്കാൻ പറയുന്നു. അത് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ പല രോഗാവസ്ഥകളായിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യുന്നവരാണ്, ഈ നീർക്കെട്ടൊന്നും വരുന്നതിന് സാധ്യതയില്ലെങ്കിൽ ഉത്തമം എന്നും സന്ധ്യയാകുമ്പോൾ എണ്ണയിടുക, തുടച്ച് കളയുക, ആഴ്ചയിൽ 2 ദിവസം മാത്രം തല കുളിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അത് രാവിലത്തെ നേരം തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് തല കുളിക്കുക എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ആ എണ്ണ നിശ്ചയിക്കാൻ ആ കുളിക്കുന്ന വെള്ളം തിളപ്പിക്കാനും ചടങ്ങുകളുണ്ട്, അത് വഴി പറയാം. ഓക്കെ. അപ്പോൾ ഈ നെറുകയിൽ എണ്ണയിട്ട് കഴിഞ്ഞാൽ ഇത്തരം ഗുണങ്ങളുണ്ട്. ഈ രോഗാവസ്ഥകൾ ശമിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ വെറും മുടി വളരാൻ വേണ്ടി മാത്രമല്ല നെറുകയിൽ എണ്ണയിടുന്നത്. ഇത് എത്ര പേർക്ക് അറിയാം? നിങ്ങൾക്ക് പലർക്കും അറിയാത്തവരില്ലേ? എന്നാൽ ഇതെല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളെല്ലാവരോടും പറഞ്ഞു മനസ്സിലാക്കുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കൊണ്ട് നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. മാക്സിമം ആൾക്കാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഈ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മുടെ ആയുർവേദത്തിൻ്റെ വിശിഷ്ടമായൊരു ശാസ്ത്രമാണ്. ഇത് പലർക്കും അറിയില്ല. ഇത് നമ്മൾ പലരും പറയാത്തതുകൊണ്ടും മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കാത്തതുകൊണ്ട് ഇത് പുതിയ തലമുറയ്ക്ക് പലർക്കും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഈ എളിയ ശ്രമം. നിങ്ങൾ സഹകരിക്കണം, പങ്കാളികളാവണം ഇതെല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട്. വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത്തരം പ്രയോജനങ്ങളുണ്ട്. ഇത്തരം രോഗാവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നെറുകയിൽ എണ്ണയിടുന്നതിൻ്റെ പ്രാധാന്യം ഇതാണ്. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിലനിർത്തുന്നതിനും ആരോഗ്യത്തെ കാത്തു സൂക്ഷിക്കുന്നതിനും നമ്മുടെ ശരീരത്തിലൊക്കെ എണ്ണ നിശ്ചയിക്കുന്നതൊക്കെ പ്രാധാന്യമുണ്ട് ശിരസിൽ എണ്ണയിടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനല്ലേ നമ്മുടെ മെയിൻ സംഗതി. നമുക്ക് പല രോഗാവസ്ഥകൾ, ഉന്മാദം, സൈക്യാട്രി, മാനസിക രോഗങ്ങൾ, എന്ത് രോഗാവസ്ഥയിലും ഈവൻ സ്കിൻ ഡിസീസിന് പോലും നമ്മൾ ധാര ചെയ്യും. സോറിയാസ് ഇല്ലേ, ശരീരത്തിൽ മുഴുവൻ രൂക്ഷത കൂടുമ്പോൾ ഡെഡ് ടിഷ്യൂസ് കൂടുന്നതാണ് ഈ സോറിയാസ്. മനസ്സിലായോ? ഈ അവസ്ഥയിൽ നമ്മൾ മേത്തൊന്നും തൊട്ടില്ലെങ്കിലും ഈ ശരീരത്തിൽ ഈ ധാര ചെയ്ത് കഴിയുമ്പോൾ സോറിയാസൊക്കെ കുറയും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ മൊത്തം നാഡികൾ ഇവിടുന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന മർമ്മസ്ഥാനങ്ങളിൽ നിന്നുള്ള നാഡികൾ എല്ലാ ഭാഗത്തും എന്നുള്ളതിന് ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ സോറിയാസ് ചികിത്സ. നമ്മൾ ശിരസിൽ ധാര ചെയ്യുമ്പോൾ ഇതിനൊക്കെ സമാധാനം കിട്ടും. ഇതേപോലെ തന്നെയാണ് സൈക്യാട്രിക് കേസുകൾ, IBS കേസുകൾ. മനസ്സിലായി? മനസ്സുമായി വളരെയധികം ബന്ധമുള്ള രോഗാവസ്ഥകളാണ്. ഇവിടെയൊക്കെ നമ്മൾ ശിരസിൽ ധാര ചെയ്യുമ്പോൾ തൈലധാരയുണ്ട്, തക്രധാരയുണ്ട്, പലതരം ധാരകളുണ്ട്, പലതരത്തിലുള്ള തൈലധാരകളുണ്ട്. അത് ചെയ്യുമ്പോൾ ഈ രോഗാവസ്ഥയ്ക്ക് ശമനം ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ വെറുതെ എന്തെങ്കിലും ഒരു ക്രൂഡ് ഓയിലോ മണ്ണെണ്ണയൊന്നല്ല നെറുകയിലെടുത്ത് ഒഴിക്കണേ. ഇതിന് അനുയോജ്യമായിട്ടുള്ള എണ്ണകൾ നിശ്ചയിച്ചിട്ട് അതുകൊണ്ട് 3/4 മണിക്കൂർ നേരം അതിന് മുന്നോടിയായിട്ടുള്ള പൂർവ്വകർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരു IPയിൽ അഡ്മിറ്റ് ചെയ്ത് വേണ്ടത്ര ശ്രദ്ധ ചെലുത്തി അതിനുള്ള ഔഷധങ്ങൾ നിർവഹിച്ച് എല്ലാവർക്കും ഒന്നും പറ്റില്ല ധാര ചെയ്യാൻ. വളരെ അത്യന്തം ക്രിട്ടിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു ഡോക്ടറുടെ സൂപ്പർവിഷനോട് കൂടി ചെയ്യുന്ന ചികിത്സയാണ് ധാര, ശിരോവസ്തി. അതൊക്കെ എണ്ണ ഈ സ്പോണ്ടിലൈറ്റിസ് ഒക്കെ വന്ന് 7 നട്ടലിൽ ഈ കഴുത്തിലുള്ള 7 എല്ലുകളില്ലേ, സർവിക്കൽ സ്പോണ്ടിലോസിസ്, 7 എല്ലുകൾക്ക് തേയ്മാനം പറ്റി അതിൽ ഡിസ്ക് തേഞ്ഞ് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി സ്പൈനൽ കോഡിലേക്കൊക്കെ കംപ്രഷൻ വന്ന് അത്തരം രോഗാവസ്ഥയൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത് ഇങ്ങനെയാണ് ഈ ശിരോവസ്തിയൊക്കെ ചെയ്യാതിട്ടാണ്. അതിന് ഓലിയേഷൻ കിട്ടാനായിട്ട് നസ്യമായിട്ടും ചെയ്യും, ശിരസിനെ ശുദ്ധി വരുത്താനായിട്ട്. ഇതൊക്കെ തൈലം കൊണ്ടുള്ള പ്രയോഗങ്ങളാണ്. എത്ര തരല്ലേ, ഒട്ടനവധിയല്ലേ. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ദേഹത്ത് തൈലിടുന്നതിനെ പറ്റി പറഞ്ഞു, ഇന്ന് ശിരസിനെ പറ്റി ആവാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പൂർത്തിയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതും കൂടെ പറയാമെന്ന് വെച്ചാൽ. അപ്പോൾ ശിരസിൽ തൈലിട്ട് കഴിഞ്ഞാൽ ഇനി കുളിക്കാൻ, അപ്പോൾ നട്ടപ്പാതിരിക്കും നട്ടുച്ചയ്ക്കും കുളിക്കരുതെന്ന് പറഞ്ഞു. അത് നീർക്കെട്ട് കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ രാവിലെ നേരത്തെ കുളിച്ച് കഴിഞ്ഞാൽ പകൽ നീരിറക്കത്തിന് സാധ്യതകളുണ്ട്. നമ്മളത് അത്ര ശ്രേഷ്ഠമല്ല. സന്ധ്യയാകുമ്പോൾ കുളിക്കാൻ ഉത്തമം. അന്ന് ഇരുട്ടാകുമ്പോഴേക്കും കുളി കഴിയണം. മനസ്സിലായോ? ഇനി തല കുളിക്കേണ്ട കാര്യം, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരും കുറേ പേര് തലയെ കുളിക്കണേ. അങ്ങനെയല്ല വേണ്ടത്. ആദ്യം ദേഹം കുളിച്ചിട്ട് പിന്നീട് വേണം തല കഴുകാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ ഇനി ഇതിന് ചെറിയ 2 കേസുകൾ എക്സംഷൻ ഉണ്ട്, അതും പറഞ്ഞുതരാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദേഹം ഇളം ചൂടുവെള്ളം കൊണ്ട് കുളിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലുള്ള ആ നീരാവി ശിരസിലേക്ക് കയറുകയാണ്. മനസ്സിലായോ? അപ്പോൾ ശിരസും ഊർധ്വഭാഗങ്ങൾ ശരീരത്തിൻ്റെ കഫത്തിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അധോഭാഗം വാദത്തിനും മധ്യഭാഗം പിത്തത്തിനുമാണ്. അപ്പോൾ ഈ പിത്തഭാഗത്തിനാണെങ്കിൽ ഫയർ എലമെൻ്റാണ്, ചൂടാണ്. ശിരസിലും ഊർധ്വഭാഗത്തിലും കഫവും തണുപ്പുമാണ്. അപ്പോൾ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ ആദ്യം ദേഹം കുളിക്കുമ്പോൾ ഇവിടുന്ന് ഒരു നീരാവി മുകളിലേക്ക് ഉയരുകയാണ് നമ്മുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ ശിരസിനെ ആശ്രയിച്ചുണ്ടാകുന്ന കഫസംബന്ധമായ പ്രശ്നങ്ങൾ കുറയുന്നതിനും ആ നീർക്കെട്ട് കുറയ്ക്കുന്നതിനും വരെ സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് ദേഹത്ത് ആദ്യം കുളിക്കുന്നത് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ശരീരമായിട്ട് ആ വെള്ളമൊക്കെ പൊരുത്തപ്പെട്ട ചൂടൊക്കെ സാത്മ്യമായി കഴിയുമ്പോൾ നമ്മൾ ശിരസ് കുളിക്കണം. ഈ 2 എക്സംഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അറിയോ, അമിത മദ്യപാനം കൊണ്ട്, മദാധ്യേയം എന്ന് വിളിക്കും ആയുർവേദത്തിൽ അതിന് ചികിത്സ. ഈ അമിത മദ്യപാനം കൊണ്ട് അൺകോൺഷ്യസ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ മദാത്തേ രോഗികൾക്ക് കുളിക്കുമ്പോൾ നമുക്ക് ശിരസിൽ ആദ്യം കുളിക്കാം. അത് നമ്മൾ ആദ്യം നേരെ നെറുകയിലല്ല വെള്ളം വീഴുന്നുണ്ട്, ഈ ഓക്സിപിറ്റൽ ലോബിൽ തല കുനിച്ച് പിടിച്ചിട്ട് തലയുടെ പുറകിൽ ഓക്സിപിറ്റൽ ലോബ് എന്ന് പറയും, ഈ അസ്ഥി, അതാണ് അവിടെയാണ് തലയിലേക്ക് ആദ്യം ഷവർ ബാത്ത് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കപ്പൽ വെള്ളം എടുത്ത് ഒഴിക്കേണ്ടത് മദാത്തേ രോഗികൾ. ഇനി ഇതേപോലെ തന്നെയാണ് ഹൈ BP ഉള്ളവർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരും ശിരസ് ആദ്യം കുളിക്കാം. അത് ഈ തലയുടെ പുറകിലാണ് ആദ്യം വെള്ളം വീഴുന്നുണ്ട്. അപ്പോൾ BP കുറയുന്നതിന് സാധിക്കും. രാവിലത്തെ സമയമോ അല്ലെങ്കിൽ സന്ധ്യാകുമ്പോൾ കുളിക്കുകയാണെങ്കിൽ. നട്ടുച്ചയ്ക്ക് കുളിക്കരുത്, പാതിരാത്രി കുളിക്കരുത്. ദയവ് ചെയ്ത് ഈ ഒരു 2 വാക്കെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ഒട്ടനവധി നിങ്ങൾക്ക് ദീർഘകാലത്തിൽ ഒരുപാട് ദോഷങ്ങൾ, ഒരുപാട് രോഗാവസ്ഥകൾ വരുത്തുന്നതിന് സാധ്യതയുണ്ട് ഇത്തരം നീർക്കെട്ട് ഉണ്ടാക്കിയെടുത്താൽ.
ഇപ്പം നമ്മൾ 40-50 വയസ്സായവരെ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു ഡോക്ടറെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ കുളിച്ചിരുന്ന് രാത്രി 11:30 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 11 മണിക്കാ 12 മണിക്കാ എന്നൊക്കെ പറയാം. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ രോഗാവസ്ഥ അവർക്ക് വരില്ലായിരുന്നു. മനസ്സിലായോ? അപ്പോൾ അതുപോലെ നീർക്കിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നീ നേരത്തെ കുളിക്കുക അല്ലെങ്കിൽ സന്ധ്യാകുമ്പോൾ കുളിക്കുക. അതുപോലെ മദാത്യം, ഈ അമിത മദ്യപാനം കൊണ്ടുണ്ടായിട്ടുള്ള മദാത്യ രോഗികൾക്കും ഹൈ BP ഉള്ളവർക്കും ആദ്യം തല കുളിക്കാം. മറ്റുള്ളവരെല്ലാം ആദ്യം ദേഹം കുളിച്ചതിന് ശേഷമാണ് തല കുളിക്കേണ്ടത്. ഒരു സംശയമില്ല, അത് അങ്ങനെ തന്നെ വേണ്ട. അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. അതാണ് ഞാനിവിടെ പറഞ്ഞത്. എന്തെങ്കിലും സംശയമുള്ളൊരു വീഡിയോ ആദ്യം തൊട്ട് 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. മറ്റെല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുള്ളവർ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇത്തരം ആശയങ്ങൾ ഇഷ്ടമുള്ളവരിലേക്ക് ഈ വീഡിയോകൾ എത്തിച്ചേരട്ടെ. അതിന് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഞാൻ. തൽക്കാലം നിർത്തട്ടെ. മറ്റൊരു വീഡിയോയിൽ അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം ആയുർവേദം. ഞാൻ ഡോക്ടർ സേവ്യർ.